ക്ഷേത്രത്തിന് മുന്നിലാണ് ജീവിതത്തിലെ ചിരകാല അഭിലാഷം അതാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. കാശിനാഥനോടൊപ്പം. ഓം നമഃശിവായ. ഗംഗാമയിയുടെ പടിഞ്ഞാറൻ തീരത്ത് 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ കാശി വിശ്വനാഥ ക്ഷേത്രമാണിത്. ആദിദേവനായ മഹാദേവൻ ഇവിടെ വിശ്വനാഥനായി വാഴുന്നു. 800 കിലോയിലധികം സ്വർണം കൊണ്ടാണ് ഈ താഴികക്കുടം ഇന്നീ കാണുന്ന രൂപത്തിൽ പണി ചെയ്തു വച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം നിരവധി തവണ തകർക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്ന ഭാഗമാണ്. അവിടെ നിന്നങ്ങനെ നോക്കിയാൽ നമുക്ക് ആ താഴികക്കുടം വ്യക്തമായി കാണാം. സദാസമയവും അവിടെയെല്ലാം അടിച്ചു കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഇരുന്ന് നാമജപം നടത്താം. വലിയ തിരക്കൊന്നും അനുഭവപ്പെടില്ല. ചില സമയങ്ങളിൽ വലിയ വലിയ ക്യൂ നമുക്ക് കാണാം. ഇവിടെ ഫോട്ടോഗ്രാഫിയെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അകത്തുപോയി വീഡിയോ ഒന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട് പുറത്തു തന്നെ നിന്നാണ് ഇതെല്ലാം ഞാൻ സ്വന്തമാക്കിയത്. കാരണം കാശി വരെ പോയി, ഉത്തർപ്രദേശിലെ വാരണാസി വരെ പോയിട്ട് മഹാദേവൻ്റെ ഒരു ചെറിയ വീഡിയോ എങ്കിലും മറ്റുള്ളവരുമായി പങ്കുവച്ചില്ലെങ്കിൽ അതൊരു സമാധാനം ഉണ്ടാവില്ല. അതിനു വേണ്ടി എല്ലാവരും പർച്ചേസിങ്ങിന് പോയ സമയത്ത് ഞാൻ കണ്ണൂരുള്ള സുരേഷ് ഏട്ടനെയും കൂട്ടി ഈ അമ്പലത്തിൽ രാത്രിയാണ് പോയത്. ഇവിടെ രാവും പകലും ഒരുപോലെയാണ്. കാരണം ഉറങ്ങാത്ത ഒരു സ്ഥലമാണിത്. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ഈ ഇടനാഴിയിലേക്കായിരുന്നു. ഈയിടെ മോദി നിർമ്മിച്ച ഇടനാഴിയാണ് ഇത്. മറ്റുള്ള വഴികളെല്ലാം ചെറിയ ചെറിയ വഴികളാണ്. ഇത് ഗംഗാ നദിയിൽ നിന്നും മുകളിലേക്ക് സ്റ്റെപ്പ് കയറി നമുക്ക് വരാം. ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ ചിതകൾ കത്തി അമരുന്നത് കാണാം. അവിടെ തന്നെ ആദി ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തതാണിത്. ഒരുപാട് ഭക്തജനങ്ങൾ വരും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് സന്ധ്യാസമയമായതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. കാരണം ഗംഗാ ആരതി അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. വീഡിയോകളൊക്കെ എടുത്ത് പുറത്തേക്ക് പോരുമ്പോൾ വീണ്ടും തിരിഞ്ഞു നിന്ന് എടുത്തതാണ് ഇത്. അമ്പലത്തിന് മുന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ സ്റ്റെപ്പുകൾ കാണാം. അതിലൂടെ കയറി നമുക്ക് പുറത്തേക്കും വരാം. എന്നെ നിർത്തി വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ സുരേഷ് ഏട്ടനെ ആചാര്യസ്വാമിയുടെ പ്രതിമയ്ക്ക് അടുത്ത് കൊണ്ടുപോയി നിർത്തി. വീണ്ടും ആചാര്യസ്വാമിയുടെ ആദിശങ്കരനായ ലോകഗുരുവായ ആചാര്യസ്വാമിയുടെ ആ പ്രതിമയുടെ ഒരു വീഡിയോ പകർത്തി സുരേഷ് ഏട്ടൻ്റെയും. എന്നിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച് നിന്നു. കാരണം അവിടെ നിന്നും പുഴയിലേക്ക് ഗംഗയിലേക്ക് നോക്കുമ്പോൾ ആ കത്തിക്കൊണ്ടിരിക്കുന്ന ചിത അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായ ഇടനാഴി ഇത് വലിയ ഒരു സൗകര്യം തന്നെയാണ് എന്ന് മറ്റുള്ള ചെറിയ ചെറിയ വഴികളിലൂടെ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മനസ്സിലാകും. ഇതാ ഈ ഭാഗത്തായാണ് ചിതകൾ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ചിതയെങ്കിലും ഗംഗയുടെ തീരത്ത് കത്തിക്കൊണ്ടിരിക്കും. അതേസമയം അതിനുള്ളിൽ ഒരു റൂമിലും വാർപ്പിന് മുകളിലും ചിത കത്തുന്നത് നമുക്ക് കാണാം. ഇത് രാത്രി സമയത്തെ ഗംഗ നദി. വലത്തെ സൈഡിലായി ഇന്ത്യയുടെ ഒരു ഭൂപടം കൊത്തിവച്ച് അതിന് പിന്നിലായി ഭാരതാംബയെയും ചെയ്തു വച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി മനോഹരമായി ചെയ്തു വച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുകളിലേക്ക് ആ ഇടനാഴി നോക്കി. പലരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്കിലാണ്. ഇതാ കാശിനാഥൻ്റെ ക്ഷേത്രം. ആ ഇടനാഴി അങ്ങനെ ഇറങ്ങി വന്നാൽ നമുക്ക് ഗംഗാ നദിയുടെ അടുത്തെത്താം. എന്നിട്ട് തിരിഞ്ഞു നിന്ന് നോക്കിയാൽ ഇങ്ങനെയൊരു കാഴ്ചയാണ്. ഗംഗാ നദിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കവാടമുണ്ട്. അവിടെ നിറയെ സെക്യൂരിറ്റിയാണ്. അത് കാരണം മുൻവശം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് രാത്രിയിലെ ഗംഗാ നദി.